ഒന്ന് സുഹിരി അത്രേ, അത് ഞങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു ബിരുദം കൊടുക്കണ സ്ഥാപനം. ഇതോന്റെ ഉസ്താദ് ആ മാടവന ബ്രൈറ്റ് വലിയൊരു കേൾക്കണില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഏത് ദീൻ, അത് എന്ത് ശൂന്യവൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അൻസാരി സൂരി ഉസ്താദിനെ അറിയാത്തവരായി ആരുമില്ല. പ്രബോധന രംഗത്തും അതുപോലെ സേവന രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. നിരന്തരമായി ആത്മീയ ചൂഷകർക്കെതിരെയും ഓൺലൈൻ മജ്ലിസ് കച്ചവടക്കാർക്കെതിരെയും ഒക്കെ സംസാരിച്ചതിൻ്റെ പേരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെ വിരൽ ചൂണ്ടിയതിൻ്റെ പേരിൽ അദ്ദേഹം നിശിതമായി വിമർശിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വിമർശിക്കപ്പെടുന്ന ഒരു വീഡിയോ കാണുവാനിടയായി. എന്നാൽ ആർജവത്തോടുകൂടി അതിനെതിരെ തൻ്റെ ഇടത്തോടുകൂടി മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനിയും പ്രബോധന രംഗത്ത് ഒരുപാട് മുന്നേറാൻ ആർജവത്തോടുകൂടി അനീതിക്കെതിരെ വിരൽ ചൂടാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ മറുപടി പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുകയാണ്. അതൊന്ന് കണ്ടു നോക്കാം. മോനെ തൊഴിയൂരെ കുഞ്ഞമ്മതെ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എന്തും ഈ കരങ്ങളിലേക്ക് കിട്ടിയാൽ ഞങ്ങളത് കയ്യിൽ സ്വീകരിക്കും, ഞങ്ങൾ ശരീരത്ത് പുരട്ടും. ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കവും പ്രശ്നവുമില്ല. പക്ഷേ അതുകൊണ്ട് കോമാട്ട് ചാലിൽ അബ്ദുള്ളയുടെ കയ്യും കാലും മുത്താന്ന് നീ തെളിവ് പിടിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ മുത്തിയിട്ട് കിട്ടുന്ന സുന്നിപ്പട്ടം നീയും നിന്റെ ഓളും കിടങ്ങ് വാങ്ങിയാൽ മതി. അത് ഞങ്ങളുടെ കൈ കൊണ്ട് തരണ്ട. നിന്റെ മച്ചായിക്കും ചെയ്യിക്കും നീ അങ്ങ് കൊണ്ടിടന്നാൽ മതി. അതിനൊന്നും ഞങ്ങളെ വിളിക്കണ്ട. അതുകൊണ്ട് കിട്ടുന്ന സുന്നിപ്പട്ടം അങ്ങനെ ചെയ്താലേ ഈ ഇതുപോലെ നക്കിയെങ്കിലും മുത്തിയെങ്കിലും മാത്രമേ സുന്നിപ്പട്ടം കിട്ടിയുള്ളൂ. ആ സുന്നിപ്പട്ടം എനിക്കിതേ നീ ഇത് അവിടെ കൊണ്ടുവച്ചോ. അൻസാരി സൂരിക്ക് സുന്നിപ്പട്ടം തരാം. അൻസാരി സൂര്യനെ സുന്നിയായിട്ട് അംഗീകരിക്കും. എന്ത് ചെയ്യണം? ഇവന്റെ മച്ചായിക്കിന്റെ കാല് പിടിച്ചിട്ട് പിന്നെ എവിടൊക്കെ തടവണം, എവിടൊക്കെ മുത്തണം. നീയും നിന്റെ അവളും കൂടെ പോയി മുത്ത്. എന്റെ മച്ചായിക്കിന്റെ കാല് മുത്താൻ വന്നിരിക്കുന്നത്. അങ്ങനെ കാല് മുത്തിയിട്ട് കാല് നക്കിയിട്ട് കിട്ടുന്ന ഒരു പട്ടവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളും കിഴക്കേക്കരയിലെ ഹബീബിക്കായി ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ആദരിച്ച് ബഹുമാനിച്ച് അതിന്റെ ഭാഗമായി ചെയ്തതൊക്കെ ആ കിഴക്കേക്കരയിലെ ഹബീബിക്ക ചെയ്താൽ കാണിക്കണം. അത് നീ നിന്റെ ഒരു കൂടെ പോയി ചെയ്യണ്ട. അവൻ സുന്നിപ്പട്ടം തരാൻ വന്നിരിക്കുന്നത് പോളാ എടുത്തോണ്ട്. കുഞ്ഞമ്മതെ, ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഇടക്ക് നീ വലിയൊരു ഡയലോഗ് ഇട്ട. ആ ഡയലോഗാണ് ഇവിടെ പ്രസക്തി എന്ന് പറഞ്ഞ് കേൾക്കട്ടെ. പേരിപ്പോ എന്തായിട്ടും കാര്യമൊന്നുമില്ല. പേരിപ്പോ എന്തായിട്ട് എന്താ? അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്, അബ്ദുറഹ്മാൻ സക്കാഫി ഉണ്ട്. രണ്ടും വഹാബീസ പറയണത്. അബ്ദുറഹ്മാൻ സലഫിയുടെ വാദം എന്താ? അള്ളാഹുടെ റസൂലിന് നയലുണ്ട്. അബ്ദുറഹ്മാൻ സക്കാഫി ഇവിടെ വന്ന പേരോണ്ട വാദം എന്താ? അള്ളാഹുടെ റസൂലിന് ഇടക്കിടക്ക് നയലുണ്ട്. അബ്ദുറഹ്മാൻ സലഫിയും അബ്ദുറഹ്മാൻ സക്കാഫിയും. ഈ അബ്ദുറഹ്മാൻ സക്കാഫി ഉണ്ടല്ലോ പേരോട്, അബ്ദുറഹ്മാൻ സക്കാഫിനെ കൊണ്ട് ഒരു മനുഷ്യനും മുർത്തതായിട്ടില്ല. പക്ഷെ നിന്റെയൊക്കെ പ്രസംഗം ഈ സമീപകാലത്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും കിടപ്പുണ്ട വോയിസ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ദീനിന് പുറത്തു പോകാനുള്ള കാരണം നീയൊക്കെ ഷെയ്ഖുന മടവൂരിനെ കുറിച്ച് പറഞ്ഞ ഇല്ലാ കഥകളാണ്. എന്തെല്ലാം കള്ളത്തരമാണ് നീ തട്ടിവിടുന്നത്. ഷെയ്ഖുന മടവൂർ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് അള്ളാഹുവിന് വേണ്ടി മരണപ്പെട്ട ഒരു സ്വാത്വികനായ മഹാത്മാവിനെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് പരിധി വിട്ട പറച്ചിൽ പറഞ്ഞ് ഒരുപാട് ചെറുപ്പക്കാർ ഈ അപഹാസ്യതയും ട്രോളും കണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പുറത്തു പോയിട്ടില്ലേ? പേരുടെ സ്ഥാനം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ? നീയൊക്കെ തന്നെയാണ് ദോഷം. നീയൊക്കെ ഒരു വേള ചിന്തിക്കടാ. നിന്റെയൊക്കെ പ്രസംഗം കൊണ്ട് ഈ സമുദായത്തിന് എന്താ ഗുണം? നിന്റെയൊക്കെ പോസ്റ്റർ എന്താ? വെട്ടിക്കീറും, കുഴിച്ചു മൂടും. എല്ലാ മാസവും നിങ്ങൾ കുഴിച്ചു മൂടുന്നുണ്ടല്ലോ. ആരെയെ കുഴിച്ചു മൂടിയത്? എല്ലാ മാസവും കുഴിച്ചു മൂടാണ്. ഒന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നില്ലേ? എല്ലാ മാസവും മൂടുവാണ്. നിങ്ങൾ നാലാളും ഒരു വണ്ടിയും കുറെ ആളുകളെയും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഇതുപോലെ കുറെ ഒച്ചപ്പാടുണ്ടാക്കിയപ്പെടും. ഉമ്മത്തിന് എന്ത് ഗുണപ്പെടാ? നയാ കാഴ്ചന്റെ ഗുണമുണ്ടാ ഉമ്മത്തിന് നിന്നെയൊക്കെ കൊണ്ട്? കേട്ടോ, ഓനെ നമ്മളെ സുന്നി പിടിപ്പിക്കാൻ പറ്റാ. നിന്റെ സുന്നിയൊന്നും നമുക്ക് വേണ്ടടാ. ഞങ്ങൾക്ക് ഇവിടെ കൈ പിടിക്കാനും ഞങ്ങൾക്ക് നെഞ്ചോട് ചേർക്കാനും ഒക്കെ ഇവിടെ ജിഫ്രി തങ്ങളും എ പി ഉസ്താദൊക്കെ ഉണ്ട്. ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ചത് കൊണ്ട് നീ ഒന്ന് സുന്നി പട്ടം തരാം. നിന്റെ മഷായിഖിന്റെ കാല് പിടിക്കണമെങ്കിൽ നീ ആ കാലം നക്കിയാൽ മതി. ഞങ്ങൾക്ക് ആ കാല് നക്കാൻ പറയണ്ട. നിന്റെ മഷായിഖിനെ നീ അങ്ങ് കാല് പിടിച്ചാൽ മതി. ഞങ്ങൾക്ക് ആ കാല് പിടിച്ചിട്ട് കിട്ടുന്ന ഒരു പുണ്യവും ഇനി വഹാബി എന്നല്ല, ഇനി സാക്ഷാൽ മുർത്തതെന്ന് വിളിച്ചാലും എന്റെ മൂക്ക് ഈ മണ്ണി കുത്തുന്നത് വരെ നിന്റെ ഒന്ന് ഈ കോമാളിത്തരെ അംഗീകരിച്ചിട്ട് കിട്ടുന്ന ഒരു സുന്നിപ്പട്ടവും എനിക്ക് വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളത്. നിന്റെ ഒന്ന് സുന്നി എനിക്ക് വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണെന്ന് എന്നെ കേട്ടിരിക്കുന്ന മനുഷ്യർക്കുണ്ട്. ഞാൻ മൗത്തോളം ഈ ബഹുമാനപ്പെട്ട എ പി ജിഫ്രി തങ്ങളും ഒക്കെ നയിക്കുന്ന സുന്നത്തമായതിന് കൂടെ ആയിരിക്കും. പക്ഷേ നീയൊക്കെ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള സുന്നിപ്പട്ടം എനിക്ക് ആ ചുണ്ണിപ്പട്ടം വേണ്ട. ആ ചുണ്ണിപ്പട്ടം നീ നാലായിട്ട് മടക്കിയിട്ട് നിന്റെ അങ്ങോട്ട് വെച്ചോളി. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്. നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ കറക്കടാ.